ഓ എന്റെ പ്രിയപ്പെട്ട സിംബ. താങ്ക് യു റോബോ ബോയ്. സിംബ. പാവം, ഈ പപ്പിക്ക് സുഖമില്ലാതിരിക്കല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇവനെ വലിച്ചെറിഞ്ഞു പോകാൻ തീരുമാനിച്ചല്ലേ. മൃഗങ്ങൾ നമ്മുടെ കൂട്ടുകാരാണ്. ഒരുപക്ഷെ നാളെ നിങ്ങളുടെ മോനെ സുഖമില്ലാതായാൽ നിങ്ങൾ അവനെ ഇതുപോലെ വലിച്ചെറിഞ്ഞിട്ട് പോവോ? ഐ ആം വെരി സോറി റോബോ ബോയ്. ഞങ്ങൾ അറിയാതെ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി. ഞങ്ങളോട് ക്ഷമിക്കൂ. വെൽക്കം. ബൈ. ഓ വാവ്, ഇവിടെ ഒരുപാട് സ്നാക്സ് ഉണ്ടല്ലോ. ചിണ്ടു തുടങ്ങിക്കോ. എന്നെ അടിച്ച് പുറത്താക്കിയല്ലേ? നിങ്ങൾ അപ്പൂപ്പനെ എങ്ങനെ അടിച്ച് പുറത്താക്കുമെന്ന് നോക്കട്ടെ. ഇതെല്ലാം വളരെ ടേസ്റ്റിയാണ്. താങ്ക് യു മോളെ. വെൽക്കം അപ്പൂപ്പ. ചുൽബുൾ, ഈ കാര്യത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പൊ നമുക്കത് കണ്ടുപിടിക്കാം. ചിണ്ടു, എന്നാ പിടിച്ചോ. നിനക്ക് ചാട്ട് വേണ്ടേ? ചാറ്റ് എവിടെ? എവിടെ ചാറ്റ്? വേഗം കൊണ്ടുവാ. സോറി, എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചുൽബുൾ, നമുക്കിപ്പോ വീണ്ടും മാർക്കറ്റിലേക്ക് പോയേ പറ്റൂ. കേക്ക്, സ്വീറ്റ്സ്, സ്നാക്സ് എല്ലാം വാങ്ങണം. ഇംലി, നിനക്കൊരു കാര്യം അറിയോ? ഇന്ന് ഞാനൊരു പപ്പി എങ്ങനെ രക്ഷിച്ചെന്നറിയോ? ആ കഥയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. ഞങ്ങൾക്കൊരു അർജന്റ് ജോലിയുണ്ട്. എന്ത് പറ്റി വീർ? ഇന്ന് നീ സംസാരിക്കുന്നത് കേൾക്കാൻ നിന്റെ ഫ്രണ്ട്സ് പോലും തയ്യാറാവുന്നില്ല അല്ലേ? എല്ലാരും നിന്നെ കണ്ടപ്പോ തന്നെ ഓടുകയാണല്ലോ. ചിരിക്കണ്ട, അതിൽ നിനക്കെന്താ പ്രശ്നം? അവർ എന്റെ കൂട്ടുകാരാ. ഇങ്ങനത്തെ വേസ്റ്റ് ആയ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുവന്നാലേ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ. ഒരു കഴുതയും പിന്നെ ഒരു എംലിയും പിന്നെ വേറൊരുത്തനുണ്ട്, ഒരു പൊണ്ണത്തടിയൻ. എടാ ബണ്ടി, വെറുതെ എന്റെ കൂട്ടുകാരെ കളിയാക്കിയുണ്ടല്ലോ. പിന്നെ വിവരം അറിയും, പറഞ്ഞേക്കാം. മനസ്സിലായോടാ നിനക്ക്? വെറുതെ എന്നെ ടെൻഷൻ അടുപ്പിക്കാൻ നിൽക്കണ്ട. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഓ പിന്നെ നീ എന്ത് ചെയ്യാനാടാ? ഇടിച്ച് ഞാൻ നിന്നെ ഉണ്ടല്ലോ ചമ്മന്തിയൊക്കെ കളയും. നീ ഒരൊറ്റ ഒരാളാണ്, ഞങ്ങള് 3 പേരുണ്ട്. വാടാ. ഇതിപ്പോ ഇങ്ങോട്ടാ പോകുന്നത്? പുതിയ ബംഗ്ലാവ്. അത് കാടിന് നടുക്കുള്ള സ്ഥലാ. അവിടെ ഒരു പുതിയ ബംഗ്ലാവ് ഉണ്ട്. ഞാനത് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ബൈ ബൈ. എല്ലാരും മാസ്കായി മാറൂ. വിരുന്നുകാരെല്ലാം വന്നോണ്ടിരിക്കുകയാണ്. വെൽക്കം വെൽക്കം. ഇന്ന് നമ്മുടെ പാർട്ടിയുടെ തീമാണ് ഏലിയൻസ്. എല്ലാരും വന്ന് ഓരോരോ മാസ്ക് എടുത്ത് അണിഞ്ഞോളൂ. ആരൊക്കെ ഈ ഓഡിഷനിൽ ജയിക്കുന്നുവോ അവർക്ക് ഇന്റർനാഷണൽ ആഡിൽ അഭിനയിക്കാൻ പറ്റും. ഷടാ, ഇവനെ കണ്ടിട്ട് നമ്മുടെ ചിണ്ടുവിനെ പോലെ ഉണ്ടല്ലോ. നീ ചുൽബുൾ അല്ലേ? ആരാ ഈ ചുൽബുൾ? വേഗം ഈ മാസ്ക് എടുത്ത് അണിഞ്ഞോ, പാർട്ടി തുടങ്ങാൻ പോവാണ്. കൺഗ്രാറ്റ്സ്, അഭിനന്ദനങ്ങൾ. നമ്മുടെ പ്ലാനറ്റിലുള്ള എല്ലാവരോടും ഭൂമിയിലേക്ക് വരാൻ പറയാം. കുറച്ച് സമയത്തിനുള്ളിൽ വേറൊരു ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇത്ര സമയമായിട്ട് എമിലി അവളുടെ അച്ഛനും വന്നിട്ടില്ല. എന്താ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ബണ്ടിയും അവന്റെ അച്ഛനും ഇവിടുന്ന് രാവിലെ പോയതാ. ഇനിയും തിരിച്ചു വന്നിട്ടില്ല. അവരും ആർട്ട് ഫിലിമിന്റെ ഷൂട്ടിന് പോയതാ. നീ വേഗം ചെന്ന് ചെക്ക് ചെയ്യുമോനെ. ഫോണിൽ എപ്പോഴും കോണ്ടാക്ട് വേണം കേട്ടോ. ഓക്കേ അപ്പൂപ്പ. റോബോ ബോയ് സ്യൂട്ട് ഓൺ. ഇവനെ കാണാൻ ഏതാണ്ട് ചിണ്ടുവിനെ പോലെ ഉണ്ടല്ലോ. ശരീരം ചിണ്ടുവിന്റേതാണ്, പക്ഷെ മുഖം വേറെയാണല്ലോ. അത് ഇമ്മിലി, പിന്നെ ഇത് ചുൾബുളാണ്. ഇവർക്കൊക്കെ ഇത് എന്താ സംഭവിച്ചത്? മറ്റുള്ളവരെയൊക്കെ കാണാൻ റൗണ്ട് ആയിട്ട് ഫുട്ബോൾ പോലെ ഉണ്ടല്ലോ. അപ്പൂപ്പ, ഇവരൊന്നും ഭൂമിയിലുള്ളവരല്ലാന്നാ തോന്നുന്നേ. തീർച്ചയായിട്ടും ഇവർ ഏലിയൻസ് ആണെന്ന് തോന്നുന്നു. പക്ഷെ അവരുടെ ശരീരം മനുഷ്യരുടേതാണ്. ഒന്ന് ചിണ്ടുവിനെ പോലെ, മറ്റൊന്ന് ചുൾബുളിനെ പോലെ, അടുത്തത് എമിലി.
അവരെന്തോ തന്ത്രം ചെയ്ത് മനുഷ്യന്റെ ശരീരം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഞാൻ ഇവരെ കുറിച്ച് എവിടെയോ വായിച്ചിട്ടുണ്ട്. ഇത് ബോഡിയിലെ സേലിയൻസ് ആണ്. എന്റെ ബലമായ സംശയം ഇവർ മനുഷ്യ ശരീരത്തെ കൺട്രോൾ ചെയ്യുകയാണെന്നാണ്. വെൽക്കം കൂട്ടുകാരെ, എല്ലാവരും ടേബിളിൽ നിന്ന് എണീറ്റ് വന്ന് ഓരോരോ മാസ്ക് അണിഞ്ഞോളൂ. ഈ പാർട്ടിയുടെ തീം ഏലിയൻസ് ആണ്. പാർട്ടിയുടെ കൂടെ ഒരു ഓഡിഷനും നടക്കുന്നുണ്ട്. വേണ്ട, ആ മാസ്ക് എടുത്ത് അണിയരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എല്ലാവരും ഏലിയൻസ് ആയി മാറിപ്പോകും. ഇമ്ലി, ഇമ്ലി, ചിണ്ടു, ചുൾബുൾ, വേഗം ആ മാസ്ക് എടുത്ത് മാറ്റ്. നീ ആരാടാ ചക്ക? നന്മയുടെ കൂട്ടുകാരനാണ്, തിന്മയുടെ എതിരിയാണ്. എന്റെ പേര് വീർ. ഹീസ് എ റോബോ ബോയ്. വെൽക്കം റോബോ ബോയ്. ഞങ്ങൾ ഈ ഭൂമിയെ ഭരിക്കാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത് എല്ലാം ഉണ്ട്. എന്താ പറ്റിയ മോനു, നീ എന്താ കരയുന്നേ? ഫാൽത്തു ഗഞ്ചിലുള്ള പിള്ളേര് എന്റെ കയ്യിൽ നിന്ന് കാശ് തട്ടിക്കൊണ്ടുപോയി. നിൽക്കുന്നവരാ. മോനുവിന്റെ പൈസ ആരുടെ കയ്യിലാ ഉള്ളത്? മര്യാദയ്ക്ക് അത് തിരിച്ചു കൊടുത്തേക്ക് വേഗം. നീ ഏതാടാ? മര്യാദയ്ക്ക് ഇവിടുന്ന് സ്ഥലം വിട്ട് ഓടുന്നത് നിനക്ക് നല്ലത്. മോനുവിന്റെ കയ്യിൽ നിന്ന് നീ പൈസ അടിച്ചു മാറ്റിയെന്ന് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞോളെ കാര്യം അറിയാലോ. എല്ലാരും കൂടി നിങ്ങളെ അടിച്ചിട്ട് പൈസ തിരിച്ചെടുക്കും. ആരാടാ നീ? നന്മയുടെ കൂട്ടുകാരൻ, തിന്മയുടെ ശത്രു. എന്റെ പേര് വീർ. അപ്പൂപ്പ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ നിങ്ങൾക്ക് പറ്റിയത്? ഇല്ല മോനെ വീർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, ലാബിന്റെ ഡോർ എങ്ങനെ ഓപ്പൺ ആയത്? അപ്പൂപ്പ, ഹാർഡ് ഡിസ്ക് ആരോ മോഷ്ടിച്ചോണ്ട് പോയിരിക്കാ. വീർ, ഹാർഡ് ഡിസ്കിൽ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ട്. അത് വെച്ച് നമുക്ക് അതിന്റെ ലൊക്കേഷൻ ഉടനെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. വേഗം ആ സ്പേസ്ഷിപ്പിലേക്ക് കയറ്. വീർ, അത് കണ്ടോ? ട്രെയിനിന്റെ ആ കോച്ചിലാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇപ്പോൾ ഉള്ളത്. നമ്മൾ എത്രയും പെട്ടെന്ന് ആ ഡയറക്ഷനിൽ ചെന്ന് ആ ട്രെയിനെ ഫോളോ ചെയ്യണം അപ്പൂപ്പ. അതെ, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന നമ്മളെ വീറിന് ഒരിക്കലും കണ്ടെത്താൻ സാധിക്കില്ല. നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നോക്കുന്നേ? ബിക്കോസ് ഐ ലവ് ഈറ്റിംഗ്. അല്ല ടീച്ചിങ്. അപ്പോ അതാണല്ലേ കാര്യം. എന്നാൽ ശരി, ഇപ്പോൾ ഇതാ ഈ നിമിഷം തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ ജോലി തന്നിരിക്കുന്നു. നിങ്ങൾ എന്റെ കൂടെ വരൂ. ഞാൻ നിങ്ങളെ സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കുട്ടികളെ, ഇദ്ദേഹം നിങ്ങളുടെ ടെമ്പററി ടീച്ചറാണ്. മിസ്റ്റർ ശർമ്മ, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കാൻ ആരംഭിച്ചോളൂ. ലഞ്ച് ബ്രേക്കില് ഞാൻ എല്ലാ ടീച്ചേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഓക്കെ, ഫൈൻ സാർ. ഇയാളെ കണ്ടിട്ട് ചിണ്ടുവിനെ പോലെ ഉണ്ടല്ലോ. അതെ, എനിക്കും കണ്ടിട്ട് അതുപോലെ തന്നെ തോന്നുന്നത്. അവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവൻ നിന്റെ അടുത്ത് ഉണ്ടാവാൻ വേണ്ടിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യുന്നാ തോന്നുന്നത്. അപ്പൊ കുട്ടികളെ, ഓരോരുത്തരായി നിങ്ങളുടെ പേര് പറഞ്ഞോളൂ. സാർ, ഞാൻ പറയാം സാർ. ഒരു മിനിറ്റ്, പേര് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? ഞാൻ നിങ്ങളുടെ ടെമ്പററി ടീച്ചർ അല്ലേ. പേരും ജാതകവും ഒന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഈ ക്ലാസ്സിലെ സ്മാർട്ട് പയ്യൻ ആരാ?
സാരമില്ല വിട്ടേക്ക്. അതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? പിന്നെ ഒരു കാര്യം പറ, പഠിക്കുന്ന കാര്യത്തിൽ ആരാ ഇവിടെ നമ്പർ 1? ഇപ്പൊ അതറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ ടെമ്പററി ടീച്ചർ അല്ലേ? സർ, വീരാണ് സർ. അവനെ ഇപ്പൊ എന്റെ അടുത്തിരിക്കുന്നത്. വീർ, നീ എന്താ എഴുന്നേറ്റ് നിൽക്കാത്തത്? കാരണം എനിക്ക് എന്നെ തന്നെ സ്വയം പ്രശംസിക്കുന്നത് ഇഷ്ടമല്ല സാർ, അതുകൊണ്ടാണ്. വെരി ഗുഡ്, വളരെ നല്ല കാര്യം. ഇനി എഴുന്നേറ്റ് നിൽക്ക്, കാരണം ഞാനാ പറയുന്നത്. ഇന്നാ പിടിച്ചോ, കഴിച്ചോ. നീ വലിച്ചത് നിന്റെ തലേ തന്നെ വന്ന് കൊണ്ടില്ലേ? മോനെ ബണ്ടി, നിന്നെ ഞാൻ ശരിക്കും കളിപ്പിക്കുന്നുണ്ട്. എടാ തടിയാ, എന്താ നിന്റെ പേര്? ബണ്ടി. പിന്നെ നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? നിങ്ങളുടെ പേരെന്താ? പേക്കി. ഞാൻ പേക്കി. ആ, നിങ്ങളെല്ലാരും ബെഞ്ചിന്റെ മുകളിൽ കയറി നിൽക്ക്. എന്തിനാ സാർ? എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഈ സ്കൂളിൽ ഫോൺ കൊണ്ടിരുന്നത് അലോഡല്ല. നിങ്ങളുടെയൊക്കെ പോക്കറ്റിൽ ഫോൺ ഉണ്ട്. ഇല്ല സാർ, ഞങ്ങളുടെ കയ്യിലൊന്നും ഫോണില്ല. നിങ്ങളുടെ പോക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്തേ. സാർ, ഇത് ഞങ്ങളുടെ ഫോണല്ല. ഇയാൾ പറയുന്നതെല്ലാം കള്ളവാ. ഇപ്പൊ പറഞ്ഞു കൊടുത്തേക്കാം. നീ എന്ത് പണിയായി ചെയ്യുന്നത് ചിണ്ടു? വേഗം തിരിച്ചു പോയിക്കോ. ആര് ചിണ്ടു? നീ ആരെ കുറിച്ചാ സംസാരിക്കുന്നത്? അത് പിന്നെ സോറി സാർ, നിങ്ങൾ ചോക്ലേറ്റ് തന്നതിന് താങ്ക്സ് പറയാൻ വന്നതാ. അതെ, ഈ ലഞ്ച് ബ്രേക്ക് എപ്പോഴാ വരുന്നത്? അതിനവര് ബെല്ലടിക്കും സാർ. സാർ, നമുക്കൊരൽപ്പം ചാട്ട് കഴിച്ചാലോ? ഓക്കെ, പോവാലോ. അല്ലല്ല, ഞാൻ ചാട്ട് കഴിക്കാറില്ല. ഞാൻ ലഞ്ചാ കഴിക്കുന്നത്. വീർ, എന്നെ